ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 22-ാം ഞായർ. ആണ്ടുവട്ടത്തിലെ 17-ാം ഞായർ തുടങ്ങി 21-ാം ഞായർ വരെയുള്ള ആഴ്ചകളിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിയാണ് ധ്യാനിച്ചതും പഠിച്ചതുമെല്ലാം. ദിവ്യകുർബാനയെക്കുറിച്ചുള്ള ബൈബിളിലെ പ്രധാനപ്പെട്ട അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ക്രൈസ്തവ ജീവിതത്തിൽ ദിവ്യകുർബാനയ്ക്കുള്ള പ്രാധാന്യവും ആ ദിവ്യകുർബാനയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആ ദിവ്യകുർബാന ഉൾക്കൊള്ളുന്നതിലൂടെ വരുന്ന ഫലവുമെല്ലാം അവിടെ വ്യക്തമാക്കപ്പെട്ടു. നമുക്ക് സമർത്ഥമായ ജീവൻ്റെ ഉടമകളാകാൻ ജീവൻ്റെ നാഥനായ ഈശോയെ നമ്മൾ ഉൾക്കൊള്ളണം. അതിനുള്ള അവസരമായിട്ടാണ് നമ്മൾ ദിവ്യകുർബാനയെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വിട്ട് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് തിരികെ വരികയാണ്. നമുക്കറിയാം, ഈ വർഷം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വർഷമാണ്. നമ്മൾ 16-ാം ഞായർ വരെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ശ്രവിച്ചത്. ഇന്നു മുതൽ നമ്മൾ 33-ാമത്തെ ഞായറാഴ്ച വരെയുള്ള ദിവ്യബലികളിൽ നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ മോശയുടെ പ്രഭാഷണമാണ് കേൾക്കുക. ഇസ്രയേൽക്കാർ ഈജിപ്തിൽ നിന്നും വിമോചിപ്പിച്ച് മരുഭൂമിയിലൂടെ വഴി നടത്തി സീനായി മലയിൽ വെച്ച് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് അവരെ ഉടമ്പടി ജനമാക്കി. എന്നിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കാൻ പോകും മുമ്പ് അവർക്ക് മോശ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായനയിൽ നമ്മൾ കേൾക്കുക. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകം, ആ പുസ്തകം രൂപത്തിൽ ആ സമയത്ത് മോശ നൽകിയ 3 പ്രധാനപ്പെട്ട പ്രബോധനങ്ങളാണ്. അപ്പം ഇന്നത്തെ വായനയിൽ മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, വാഗ്ദത്ത ഭൂമിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആ ഭൂമി സ്വന്തമാക്കാൻ, അവിടെ മറ്റുള്ളവരുടെ ഇടയിൽ ദൈവജനം എന്നുള്ള അഭിമാനത്തോടെ ജീവിക്കാൻ, വിജ്ഞാനവും വിവേകവും നിറഞ്ഞവരാകാൻ, ശരിയായിട്ടുള്ള ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നന്നായിട്ട് പാലിക്കണമെന്ന് പറയാണ്. ദൈവത്തിൻ്റെ വചനം പാലിക്കണം. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്നെ ഒരു രൂപത്തിലെ അന്തസത്തയാണ്. ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവികരാണെന്നും എങ്ങനെ നമുക്ക് ദൈവികരായി ജീവിക്കാം എന്നുമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും എല്ലാം അവിടെ വെളിപ്പെടുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുക, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്നും എല്ലാം ഈ വചനം, ഈ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ നിയമം, നമ്മൾക്ക് എങ്ങനെയാണ് ശരിക്കും ജീവിക്കാനാവുക, ജീവൻ്റെ ഉടമകളാകാൻ സാധിക്കുക, ദൈവത്തിൻ്റെ ജനമായി ജീവിക്കാനാവുക, പരസ്പരമുള്ള ബന്ധം ക്രമീകരിക്കാനാവുക എന്നെല്ലാം, അതുപോലെ ധനം എങ്ങനെ കൈകാര്യം ചെയ്യാനാവും, അതെല്ലാം ഒരു രൂപത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം അത്രയേറെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, കരുതുന്നു. തൻ്റെ ഇഷ്ടം തന്നെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തുക. ദൈവത്തോട് ഏറ്റവും അടുത്ത ജനം, ദൈവം സ്വന്തമായുള്ള ജനം നമ്മൾ ആകാനായിട്ട് ആ വചനത്തെ നമ്മൾ പാലിക്കണമെന്ന് മോശ പ്രത്യേകിച്ച് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവവചനം പാലിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരാൽ ഒരു രൂപത്തിൽ പുകഴ്ത്തപ്പെടും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ദൈവജനമാണെന്ന് വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വിജ്ഞാനം നിറഞ്ഞവരും വിവേകം നിറഞ്ഞവരുമാകും എന്ന് മോശ നമ്മളോട് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സങ്കീർത്തനം 15-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും, ദൈവത്തോടൊത്ത് ആര് വസിക്കും എന്നവിടെ വെളിവാക്കുക. അവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മാർത്ഥത പുലർത്താൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലെ സ്നേഹവും നീതിയും പുലർത്താൻ നമുക്ക് സാധിക്കണം. പൈസ കൈകാര്യം ചെയ്യുമ്പോൾ അത് നീതിയോടെ നമുക്ക് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ആ കാര്യങ്ങളെല്ലാം ഈ സങ്കീർത്തനം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ
യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം കേൾക്കുന്നവരും പറയുന്നവരും മാത്രമാകാതെ അത് ജീവിക്കുന്നവരാകണം, അത് പാലിക്കുന്നവരാകണം എന്ന് പറയുകയാണ്. വചനത്തെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവികരായി ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പം ആ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അത് നമ്മൾ പാലിക്കുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ, നമ്മുടെ ബന്ധങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് രണ്ടാമത്തെ വായനയിൽ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴോ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രമീകരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാകണം. ദൈവവചനത്തിന് പകരം വിരോധങ്ങളും വെറുപ്പുകളും പാപവും തിന്മയും ഒക്കെയാണ് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവികമാകില്ല എന്ന് ഈശോ പറയുക. അവിടെ ഒരു വിധത്തിൽ ഫരിസേയരുമായിട്ടുള്ള കർത്താവിൻ്റെ ആ പ്രധാനപ്പെട്ട പ്രബോധനത്തിൽ, അല്ലെങ്കിൽ ആ വാക്ക് തർക്കത്തിൽ കർത്താവ് അവർ പറഞ്ഞു, എന്താണ് കൈ കഴുകാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, ഹൃദയം കഴുകാതെ, അല്ലെ ഹൃദയമാണ്, കൈയല്ല, അതിനേക്കാളും കൂടുതൽ ഹൃദയമാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന് പറയുകയാണ്. ആ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ഇഷ്ടവും നമുക്ക് വെളിവാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവേഷ്ടം നിറവേറ്റുവാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദൈവവചനം പാലിക്കുക എന്നുള്ളതാണ്. അതിനു പകരം ആ സ്ഥാനത്ത് നമ്മൾ മനുഷ്യൻ്റെ വചനത്തിന് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ വിട്ട് അപ്രധാനമായവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വികലമായി മാറും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നവരും വിധിക്കുന്നവരുമായി മാറും. അങ്ങനെ വിമർശിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ വിധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ല എന്ന് പറയുക. ഹൃദയത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം വരുന്നത്, നമ്മുടെ ചിന്തകൾ വരുന്നത്, നമ്മുടെ പെരുമാറ്റങ്ങൾ വരുന്നത്, നമ്മുടെ ബന്ധങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ നമുക്കൊക്കെ സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറച്ച്, നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ വചനം നിറച്ച്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിറച്ച് ദൈവികരായി ജീവിക്കുവാൻ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം ദൈവേഷ്ടമനുസരിച്ചാകുക. അങ്ങനെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇന്നത്തെ വായനകളിലൂടെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ബോധപ്പെടാം. നിരന്തരം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ആ വചനത്തെ ഹൃദിസ്ഥമാക്കാനും നമുക്ക് ശ്രദ്ധ വയ്ക്കാം. അത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബോധ്യങ്ങളെയും എല്ലാം ഒന്ന് പരിവർത്തനപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മുടെ ബന്ധങ്ങളും പ്രവർത്തനങ്ങളും ജീവിത രീതിയും എല്ലാം പരിവർത്തനപ്പെട്ട് ദൈവികരായി ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മിൽ ദൈവികത നിറയ്ക്കുന്ന അനുഭവമാണ് ദൈവത്തിൻ്റെ വചനം. ദിവ്യകുർബാന കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബൈബിളാണ്. ദിവ്യകുർബാനയിൽ പോലും ഒരു വിധത്തിൽ ബൈബിൾ വായന ഉണ്ടല്ലോ. അതിലെ ദിവ്യകുർബാനയിലെ 1-ാം ഭാഗം വചന ശുശ്രൂഷയാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ വായനകൾ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ആ വചനത്തെ നിരന്തരം വായിക്കാൻ, നിരന്തരം നമുക്ക് അതിനെ ധ്യാനിക്കാൻ, നിരന്തരം വചനത്തെ പ്രാർത്ഥിക്കാൻ, നിരന്തരം വചനത്തെ ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.